പഴയകാല മുത്തശ്ശിമാർ കഥ പറഞ്ഞിരുന്നത് പോലെ കഥ ഞാൻ തുടങ്ങുകയാണ്. ഒരിടത്തൊരിടത്ത് രാജു എന്നു പേരുള്ള ദരിദ്രനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ബുദ്ധിമാനും ധനികനുമായ ഒരു വ്യാപാരി വഴിയിലൂടെ നടക്കുമ്പോൾ തറയിൽ കിടന്നൊരു ചത്ത എലിയെ ചൂണ്ടി പരിഹാസരൂപേണ അദ്ദേഹം പറഞ്ഞു, കഴിവ് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഈ ചത്ത എലിയെപ്പോലും മൂലധനമാക്കി വലിയൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കും. മറ്റുള്ളവർ ഇത് കേട്ട് ചിരിച്ചു. രാജു അത് ഗൗരവമായിട്ട് തന്നെ എടുത്തു. അവൻ ആ ചത്ത എലി എടുത്തുകൊണ്ട് പോയി ധാരാളം പൂച്ചകളുള്ള ഒരാൾക്ക് വിറ്റു. പകരമായി ലഭിച്ച നാണയം കൊണ്ട് അവൻ കുറച്ച് ശർക്കര വാങ്ങി. കാട്ടിൽ നിന്ന് പൂക്കൾ ശേഖരിച്ച് വരുന്നവർക്ക് കുടിക്കാൻ വെള്ളവും ശർക്കരയും അവൻ നൽകി. പ്രത്യുപകാരമായി കിട്ടിയ പൂക്കൾ വിറ്റ് അവൻ കൂടുതൽ നാണയങ്ങൾ നേടി. ഇങ്ങനെ പടിപടിയായി അവൻ തൻ്റെ സമ്പാദ്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ രാജു, ഈ ദരിദ്രനാരായണൻ നഗരത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായി മാറി. അങ്ങനെ ഇരിക്കെ തൻ്റെ ഈ വിജയത്തിന് കാരണമായ ആ പഴയ വ്യാപാരിയെ കാണാൻ അവൻ പോയി. അദ്ദേഹത്തിന് പകുതി ലാഭം വാഗ്ദാനം ചെയ്തു. എന്നാൽ ആ യുവാവിൻ്റെ ബുദ്ധിശക്തിയിൽ സന്തുഷ്ടനായ വ്യാപാരി തൻ്റെ മകളെ അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഈ സന്ദേശം എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നതോ നിങ്ങൾ വളരെ ദരിദ്രനായി ജനിച്ചു എന്നതോ ഒരു പരാജയ കാരണമല്ല. ചുറ്റുമുള്ള അവസരങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധിയും മുന്നോട്ട് പോകാനുള്ള ധൈര്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് വൻ പരാജയത്തിൽ നിന്നും നിങ്ങൾക്ക് വിജയത്തിലേക്ക് അടിവെച്ച് നടന്ന് കയറാം എന്നുള്ളതാണ്. അപ്പോൾ സാഹചര്യത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എങ്ങനെ ജനിച്ചു, എവിടെ ജനിച്ചു, ഏത് രീതിയിൽ ജനിച്ചു എന്നുള്ളത് പ്രധാനമല്ല. അപ്പോൾ സാഹചര്യങ്ങളെ ഉപയോഗിക്കുക, നന്നായി യൂട്ടിലൈസ് ചെയ്താൽ വിജയത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു കയറാം. എല്ലാവർക്കും വിജയാശംസകൾ. ആ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.